Hey guys, it's me Beyond Perception Sinan. Guys, കഴിഞ്ഞ പ്രാവശ്യം തുടക്കം കണ്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കണ്ടൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്തൊരു സിനിമ വ്ലോഗുമായിട്ട് വരുമെന്ന്. യെസ് ഗൈസ്, ഇന്ന് ഖലീഫ ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ് മൈക്കിൽ ചാർജ് ഇടാൻ മറന്നു ഈ മൈക്ക്. അതുകൊണ്ട് മൈക്കിലെ വോയിസ് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നറിയില്ല. ഞാൻ നല്ല ലൗഡായിട്ടാണോ അതുകൊണ്ട് സംസാരിക്കുന്നത് വോയിസ് കിട്ടാൻ വേണ്ടിയിട്ട്. എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ക്ലാരിറ്റി നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യും. എന്തായാലും ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യും. പടത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്തായാലും 12:15 പടം. ഇപ്പോൾ ഓൾറെഡി 12:10. ഞാനും വേറെ 3 ചങ്ങായിമാരുണ്ട്. ഞങ്ങളെല്ലാവരും തിരക്ക് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പടത്തിന് കുറേ ആവറേജ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടാണ് പോകുന്നത്. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പടം ഇഷ്ടപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ തിയേറ്റർ എത്താനേ ഇനി എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വരാം. ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് തിയേറ്ററിലെത്തി. പടം ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. ഫുൾ വൈബ് ഓഡിയൻസ് ആണ്. ഈ വൈബ് ഓഡിയൻസിൻ്റെ ഇടയിൽ വെച്ച് കാണുമ്പോഴേ പടം ഇഷ്ടപ്പെടും എന്നാണ്. ഞാൻ പൊതുവെ അങ്ങനെയാണ്. ഒരു അത്യാവശ്യം വൈബൊക്കെ ഉള്ള ഓഡിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പൊതുവെ അധികം പടം ഇഷ്ടപ്പെടാറുണ്ട്. അതാണ് നമ്മുടെ ടീം. ജാബി, ഷിയാസ്, പിന്നെ എത്തിയിരിക്കുന്നത് നമ്മുടെ സൂപ്പർവൈസറാണ് അശ്വത്. മാംഗോ ജ്യൂസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് പടം തുടങ്ങി ഇൻ്റർവെല്ലായിട്ട് വരാം ഗൈസ്. എല്ലാം ഒളിച്ച് കയറ്റിയാണ്. കടല, മാംഗോ ജ്യൂസ്, സിട്രസ് പുറത്തുനിന്ന് കഴിഞ്ഞിട്ടെല്ലാം ഒളിച്ച് കയറ്റി. ഇനി ഇൻ്റർവെൽ എത്തിയിട്ട് വരാം. അപ്പോൾ അന്നേരം ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ഇൻ്റർവെൽ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഗൈസ് അങ്ങനെ പടം കഴിഞ്ഞു തിരിച്ച് റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവെല്ലിന് വരാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചെറിയൊരു തലവേദനയായിട്ടാണ് ഇറങ്ങിയത്. ഞാൻ തിയേറ്ററിൽ കുത്തിട്ടിപ്പോൾ തലവേദന ചെറുതായിട്ടൊന്ന് കൂടി. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, സെറ്റായി. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു എബോ ഏവറേജ് ഫസ്റ്റ് ഹാഫാണ്. എബോ ഏവറേജ് ഫസ്റ്റ് ഹാഫ് വിത്ത് എ ഡീസൻറ്റ്. ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി ഒരു ഡീസൻ്റായിട്ട് പോകും. ബട്ട് ക്ലൈമാക്സ് പീക്ക്. കൊടുത്ത പൈസ മുതലാവാൻ ക്ലൈമാക്സ് മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ലാലേട്ടൻ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ക്ലൈമാക്സ് ഒരു ലാസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് അങ്ങനെ എന്തേ ലാലേട്ടൻ വരുന്നുള്ളൂ. ആ 10 മിനിറ്റും ലാലേട്ടനും വേറൊരാളും കൂടി ഉണ്ട്. ഈ 2 പേരാണ് ലാസ്റ്റത്തെ 10 മിനിറ്റ് തൂക്കിയത്. സൗബിൻ്റെ ക്യാമിയോ ഉണ്ടെന്ന് എല്ലാവർക്കും ഇപ്പം തന്നെ മനസ്സിലായി. കാരണം 2ാം ഭാഗത്തിൻ്റെ റിവ്യൂൽ ഓൾറെഡി ചെയ്തല്ലോ. അതുകൊണ്ട് സൗബിൻ്റെ ക്യാമിയോ ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അവിടെ സ്പോയിലറൊക്കെ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബട്ട് വേറൊരു ക്യാമിയോ ഉണ്ട് ഗൈസ്, ഒരു 1.5 സാധനം. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് അടിപൊളിയാണ്, രക്ഷയില്ലാത്ത ഫൈറ്റാണ്. പടം ഒരു 1 ടൈം വാച്ചബിളാണ് ഗൈസ്. തിയേറ്ററിൽ പോയി കാണാം. ഞാൻ റിവ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് നെഗറ്റീവ് റിവ്യൂസും ആവറേജ് റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാനും പോയത്. ബട്ട് റിവ്യൂ
അവരുടെ കണ്ണുകൊണ്ടല്ല നമ്മൾ കാണുന്നത്. അതുപോലെ അവരുടെ മനസ്സുകൊണ്ട് അവരുടെ കണ്ണുകൊണ്ടല്ല നമ്മൾ സിനിമ കാണുന്നത്. നമുക്ക് നമ്മുടേതായൊരു കാഴ്ചപ്പാടും ഇഷ്ടങ്ങളും ഉണ്ട്. സോ റിവ്യൂ കണ്ടിട്ട് ഞാൻ റിവ്യൂ കണ്ടാലും എനിക്ക് പോകണം എന്ന് തോന്നിയാൽ ഞാൻ പടത്തിന് പോകും. കാരണം എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പടത്തിന് പോകുന്നത്. അതുകൊണ്ട് ഞാൻ റിവ്യൂ നോക്കും ഗൈസ്. റിവ്യൂ കാണും, എല്ലാവരുടെയും റിവ്യൂ കാണും. ബട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ പോകാറില്ല. ഞാൻ എന്നാലും ഈ ക്ലീൻ മൈൻഡഡ് ആയിട്ടാണ് ഞാൻ എല്ലാ പടത്തിനും പോകാറ്. അങ്ങനെ തന്നെ എല്ലാവരും പടത്തിന് പോകണം എന്നാണ് ഞാനും പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല അവരിഷ്ടപ്പെടുന്നത്. ഇഷ്ടങ്ങൾ തമ്മിൽ മാറ്റം ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ റിവ്യൂ കണ്ട് ആരും പടത്തിന് പോവാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പൊക്കോളൂ. കാരണം പടം ഡീസൻറ്റ് പടമാണ്. ഒരു 1 ടൈം വാച്ചബിൾ അടിപൊളി പടമാണ്. പിന്നെന്താ, അത്രയേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ റൂമിലെത്തിയിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വീണ്ടും ആസ് യൂഷ്വൽ പഴയ പോലെ ഡ്യൂട്ടിക്ക് കയറണം. ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം ഗൈസ്. കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പോയിലർ അലേർട്ടിട്ടൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് വരാം. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എന്തായാലും എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ നിങ്ങൾ പറഞ്ഞു ഗൈസ്, വീഡിയോസ് എന്തെങ്കിലും ഒരു മോശമായിട്ട് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം. പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ ഗൈസ്. സോ ഇനിയൊരു പുതിയൊരു വീഡിയോമായി അല്ലെങ്കിൽ ഒരു പുതിയ സിനിമ വ്ളോഗോ മെൻ്റലിസം വീഡിയോസ് ഇപ്പം ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ടൈം കിട്ടാനല്ല ഗൈസ്. പിന്നെ ഇവിടെ മലയാളീസ് കുറവാണ്. മലയാളീസുള്ള ഏരിയയിലേക്ക് പോയിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ചെയ്യും ഗൈസ്. ഞാൻ ട്രാഫിക്കിൻ്റെ ഇടയിൽ പോയിട്ട് റോഡ് ഞാൻ നടുവിൽ പോയി. സോ ഗൈസ്, അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി വരാം. അതുവരെ വേറൊന്നും പറയാനില്ല ഗൈസ്. ഇപ്പം എന്തായാലും രാത്രിയിൽ എല്ലാവരും പോയി കിടന്നുറങ്ങിക്കും. ഗുഡ് നൈറ്റ്, ബൈ.